മടിയുള്ളൊരു ദിവസം. മടിയുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പോരാ, ഇപ്പോൾ എന്നും മടി തന്നെയാണ്. അങ്ങനെ സ്റ്റൗ കത്തിച്ചപ്പോൾ സ്റ്റൗവിനും ഒരു മടി. അങ്ങനെ ചുരുണ്ട് കൂടി കിടന്ന് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ എഴുന്നേറ്റപ്പോൾ കുറച്ച് മിൻറ്റി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മടി പിടിച്ചിരിക്കുമ്പോഴൊക്കെ മിൻറ്റി കുടിക്കുന്നത് ഒരു ശീലമായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, മിൻറ്റി കുടിക്കുമ്പോൾ എനിക്ക് കുറച്ച് റിഫ്രഷ് ആവുന്ന പോലെ തോന്നും. നല്ലതാണ്, വയറിനും നല്ലതാണ്. അങ്ങനെ മടി പിടിച്ചിരുന്നിരുന്ന് അവസാനം ഇന്നെന്തെങ്കിലും കുക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കിച്ചണിലോട്ട് വന്നത്. പക്ഷേ എന്തോ കിച്ചൺ കണ്ടപ്പോൾ വല്ലാത്ത മടി. പിന്നെ അത് മിനിറ്റിലൊതുക്കി. പിന്നെ ഇപ്പോൾ സമയം ഏതാണ്ട് ഉച്ചമുക്കാലായല്ലോ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ കുറച്ച് മിനിറ്റിലൊതുക്കിയിട്ട് ലഞ്ച് കഴിക്കാം. മിൻറ്റിയൊക്കെ അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് വെറുതെ എന്തിനാ മിൻറ്റിൻ്റെ ഇല കളയണേന്ന് വിചാരിച്ചിട്ട് തിരികെ ടീയിലേക്ക് തന്നെ ഇട്ടു. അതുകൊണ്ടെന്താ കുറേ തേയിലപ്പൊടി പിന്നെയും തിരികെ ടീയിലെത്തി. അത് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് എന്തെങ്കിലും വായിച്ചാലോ എന്ന് വിചാരിച്ചത്. എന്താ അഭിനയല്ലേ, ഒന്നും അറിയാത്ത പോലെ. എന്തായാലും ഞാൻ നേരത്തെ വിചാരിച്ചതാണ് MDയുടെ കഥകൾ തന്നെ ഇന്ന് വായിക്കാമെന്ന്. പിന്നെ വീഡിയോ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണമല്ലോ. അങ്ങനെ കാട്ടിക്കൂട്ടിയതാണ്. കർട്ടന് പോലും നീങ്ങാൻ എന്ത് മടിയാന്ന് നോക്കണേ. പിന്നെ ഇതൊക്കെ ഞാൻ പറയാൻ കാര്യം, ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കുറച്ച് എന്നെ അറിയാവുന്ന കുറച്ച് ആളുകളൊക്കെയാണ്. അവരെല്ലാവരും വിമർശന ബുദ്ധി കുറച്ച് കൂടുതലുള്ളവരായതുകൊണ്ട് ഇതിൽ ഞാൻ എന്ത് അബദ്ധം കാണിക്കുന്നുവെന്ന് നോക്കിയിരിക്കുന്നുണ്ടാവും. അതോർത്ത് ഇനി വിഷമിക്കണ്ട കേട്ടോ. എല്ലാം ഞാൻ തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഇനി നോക്കി ബുദ്ധിമുട്ടുണ്ട്. എന്നെ ട്രോളാൻ വേറൊരാളുടെ ആവശ്യം എനിക്കില്ല. അപ്പോൾ നമുക്കിനി ലഞ്ച് കഴിക്കാം. ലഞ്ചിന് നമുക്ക് ചോറുണ്ട്, കൂണ് തോരനുണ്ട്, പിന്നെ എൻ്റെ അത്ര ഫേവറേറ്റ് അല്ലാത്ത ബീട്രൂട്ട് തോരനുണ്ട്, പിന്നെ ഉണക്കമീൻ മുളകും ഉള്ളിയൊക്കെ വെച്ച് ചതച്ചതുണ്ട്, അതെൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. പിന്നെ മീൻ കറിയുണ്ട്. മടിയന്മാരായിട്ടുള്ളവരൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഉള്ളൊരവസ്ഥയെ നേരത്തെ വീട്ടിലായിരുന്നപ്പോൾ അമ്മയോട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അമ്മയോട് പറയുക പോലും വേണ്ട, അമ്മ ഇങ്ങോട്ടേക്ക് വന്നാൽ വിളിക്കാം 1 മണിയാകുമ്പോൾ. കഴിക്കുന്നില്ലേ നീയേ, നിനക്കിന്ന് ഉച്ചയ്ക്കൊന്നും വേണ്ടേ? എന്നിട്ടും ഒരു ഗമയല്ലേ, ഒരു 2-3 തവണ വിളിച്ചാലേ കഴിക്കാൻ ചെല്ലുള്ളൂ. എന്താ ചെയ്യുക, ഇത്രയൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടായിട്ടും എന്തോ ഒരു കൊശിക്കുറവ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമല്ലോ നമ്മൾ, അതിന് പറയണതാണ് കൊശിന്ന്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. തൈരിലേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് കലക്കിയെടുക്കുന്നത്. പല സ്ഥലങ്ങളിൽ ഇതിന് പല പേരാ പറയാം. റൈത്തയെന്നോ സാലഡെന്നോ ചള്ളാസ്ന്നോ ഒക്കെ പറയാം. പക്ഷേ നമുക്കെന്തോ കഴിക്കാനൊരു മൂഡില്ലാത്തപ്പോൾ അല്ലെങ്കിൽ വളരെ ചടഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ഇതുണ്ടെന്ന് തോന്നുമ്പോൾ എനിക്കെന്തോ ഇത് മാത്രം കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കൂട്ടാൻ ഇത്ര ഉണ്ടായിട്ടും ഞാൻ പിന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ തൈര് എടുത്തിട്ട് കുറേ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ വരാറില്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, അതാരും കളയരുത്, വളരെ നന്നായിട്ടുള്ള സാധനമാണ്, നല്ലതാണെന്ന്. അതുകൊണ്ടാണ് ഞാനത് ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ചത്. അതാണ് ആദ്യം കുറച്ച് വെള്ളം കിടക്കുന്നത്. അങ്ങനെ എല്ലാം റെഡിയായി, നമുക്കിനി കഴിക്കാം. അങ്ങനെ ചോറ് വന്നു, നമ്മുടെ ചള്ളാസ് വന്നു, വെള്ളവും വന്നു. ഇപ്പം ഞാൻ കഴിക്കാതിരിക്കുമ്പോൾ വെള്ളം എടുത്തിട്ടായിരിക്കാം. നേരത്തെ ആണെങ്കിൽ തൊണ്ടയിൽ ഉരുങ്ങുമ്പോൾ അമ്മയേന്ന് വിളിച്ചാൽ മതിയായിരുന്നു, വെള്ളം മുന്നിലെത്തും. പക്ഷേ ഇപ്പം അങ്ങനെ വിളിച്ചാൽ ജ്യോതിയും വന്നില്ല, ഒരു പുകയും വന്നില്ല എന്ന് പറഞ്ഞിരിക്കാനേ പറ്റും. അപ്പോൾ ചോറും നമ്മുടെ ചള്ളാസും കുറച്ച് കൂണ് തോരനും ബീട്രൂട്ട് തോരനും നമ്മുടെ ഉണക്കമീൻ ചതച്ചതും കുറച്ച് മീൻ്റെ പീസും എല്ലാം കൂടെ ചേർത്ത് ഇളക്കി കഴിക്കും. ഇങ്ങനെ ചിലർ പറയാറുണ്ട് തൈരും കൂണും മീനും കൂടി ബിരുദാഹാരമാണെന്ന്. അതെത്ര ശരിയാണെന്ന് എനിക്കറിയില്ല. കയ്യിലിരുന്ന ഫോൺ തറയിൽ പോയതാട്ടോ. അതാ അങ്ങോട്ടേക്ക് നോക്കൂ, മുറ്റത്തൊരൊറ്റ മൈന. ടാറ്റാ.